ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. മലബാറിലെ സംരംഭകത്വ ചിന്തകൾക്ക് കരുത്തും ഉണർവും പകർന്ന സ്കെയിൽ അപ്പ് കോൺക്ലേവിന്റെ 2ാം എഡിഷന് പെരിന്തൽമണ്ണയിൽ തുടക്കമായി. ഷിഫ കൺവെൻഷൻ സെന്ററിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സ്കെയിൽ അപ്പ് കോൺക്ലേവ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ, വാണിജ്യ, സാങ്കേതിക രംഗത്തെ പ്രശസ്ത വ്യക്തിത്വങ്ങളെയും ഭരണ നേതൃത്വത്തെയും ഒരുമിച്ചിരുത്തി പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് സംരംഭകത്വത്തിലേക്ക് വഴി തുറക്കുന്നതിന് വേണ്ടിയാണ് സ്കെയിൽ അപ്പ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷവും പെരിന്തൽമണ്ണയിൽ സ്കെയിൽ അപ്പ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തവണയും കൂടുതൽ വിപുലമായി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. മലബാറിനെ സംരംഭകത്വ കേന്ദ്രമാക്കുക, പെരിന്തൽമണ്ണയിൽ അന്താരാഷ്ട്ര വ്യവസായ IT പാർക്ക് കൊണ്ടുവരിക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സ്കെയിൽ അപ്പിലൂടെ വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. ബിസിനസ് കോൺക്ലേവിൽ 10,000-ത്തിലധികം സംരംഭകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, നോളജ് എക്കോണമി മിഷൻ, KSIDC തുടങ്ങിയ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. 3 വർഷം കൊണ്ട് 50 സംരംഭങ്ങളും ഇതിലൂടെ 2000 പേർക്കെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് കോൺക്ലേവിന്റെ ഉദ്ദേശം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖരായ സംരംഭകരും വ്യവസായ, വാണിജ്യ, സാമൂഹ്യ, വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖരും കോൺക്ലേവിൽ പങ്കെടുക്കും. രാഷ്ട്രീയ ഭരണ മേഖലയിലെ പ്രമുഖരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിനായി പെരിന്തൽമണ്ണയിലെത്തും. നജീബ് കാന്തപുരം MLA നേതൃത്വത്തിലാണ് കോൺക്ലേവ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ഒരു 4-5 വർഷത്തിനകം മലബാറിൽ, ഒരുപക്ഷെ കേരളത്തിലും ഒരു വലിയ വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന സംരംഭത്തിനാണ് ശ്രീ നജീബ് കാന്തപുരം തിരികൊളുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പശ്ചാത്തലം വേണം. ഇതൊരു വ്യാവസായിക സംസ്ഥാനമാണോ? അല്ല. ഇതൊരു കാർഷിക സംസ്ഥാനമാണോ? അല്ല. ഉത്തരവാദം. പിന്നെ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? റെമിറ്റൻസ് ആണ്. വിദേശങ്ങളിൽ പോയ മലയാളികൾ അയക്കുന്ന റെമിറ്റൻസ് ആണ് നമ്മുടെ സമ്പദ്ഘടനയുടെ നട്ടൽ. നമുക്ക് ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. നമുക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. നമുക്ക് ചില പരിമിതികൾ, എന്നാൽ അതേ അവസരത്തിൽ ഒരുപാട് സാധ്യതകൾ, പോസിബിലിറ്റീസ് കൂടിയുള്ള സംസ്ഥാനമാണ്. ആ സാധ്യതകൾ എന്താണ് എന്ന് കണ്ടെത്തുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നജീബ് കാന്തപുരം MLA ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കെയിൽ അപ്പ് CEO നദീം അഹമ്മദ്, അൽഷിഫ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ Dr. P. ഉണ്ണീൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ഇബ്നു ജലാൽ, V. ബാബുരാജ്, നദീം സഫ്വാൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഞായറാഴ്ച സ്കെയിൽ അപ്പ് സമാപിക്കും.